ഇന്നത്തെ സഭ ഉം. മൊത്തത്തിൽ ഭയങ്കര കലുഷിതമായ അവസ്ഥയായിരുന്നു. രാവിലെ നല്ല കോമഡി ഒക്കെ കാണാൻ പറ്റി. രാവിലെ TV വെച്ച സമയത്ത് തന്നെ കുറെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇപ്പം പോറ്റിയെ കയറ്റി പാട്ട് നമ്മുടെ സഭയിലും അവർ പാടിയിട്ടുണ്ട്. അപ്പം ഈ വീണ്ടും എന്താണ് ഇപ്പം ഇലക്ഷൻ അടുത്ത സമയത്തായിരുന്നു കൂടുതലും ഈ ഒരു വിഷയം, ശബരിമല വിഷയം ചർച്ചയിലോട്ട് കൊണ്ടുവന്നതും അവരത് ഒരു പരിധിവരെ അവരതിൽ സക്സസ് ആവുകയും ചെയ്തു. അപ്പം ഇപ്പം വീണ്ടും അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ എന്തായിരിക്കും കാരണം? എന്തെങ്കിലും പിന്നിൽ ഉദ്ദേശം കാണാതിരിക്കത്തില്ലല്ലോ. പൊതുവില് സഭ സ്തംഭിപ്പിക്കുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇതില് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ളതിന് ഏറെക്കുറെ മലയാളികൾക്ക് അതിന്റെ ഉത്തരം പിടികിട്ടി കഴിഞ്ഞു. ഇപ്പൊ അവര് സഭയിൽ വന്നിട്ട് പാട്ട് പാടിയാലും പാട്ട് പാടിയില്ലെങ്കിലും ശരി, അതിന്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു സാക്ഷി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് സമീപത്ത് താമസിക്കുന്ന ഒരാള്, കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവിടേക്ക് വന്നിട്ടുണ്ട്, വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെ വന്നിരുന്നു. 1-2 തവണ അദ്ദേഹം അവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം അതിനോടനുബന്ധിച്ച് പറയുന്ന അടൂർ പ്രകാശ് എന്ന് പറയുന്ന MP നിരന്തരം അവിടെ ഒരു നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ള കാര്യവും ഇതേ സാക്ഷി തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഈ 2024 ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്, അതേസമയം 25 ഇതേപോലെ സ്വർണം പാളികൾ കൊടുത്തു വിടാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് അവർ ഇപ്പൊ എടുത്തു ഉയർത്തി കാണിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പൊ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ VN വാസവൻ രാജിവെക്കണ്ടേ? VN വാസവൻ രാജിവെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണം മറിച്ച് വിറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ബന്ധമുണ്ട്. നിലവിലുള്ള പിന്നെ അതായത് PS പ്രശാന്ത് എന്ന് പറയുന്ന മുൻപുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അത് VD സതീശൻ അടക്കമുള്ളവർ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് സഭ വിട്ടിറങ്ങി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സഭ വിട്ടിറങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർക്ക് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിനോട് മടിയാണ്. അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇതിന് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിനു മുൻപ് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പല അടിയന്തര പ്രമേയങ്ങൾ കഴിഞ്ഞ സഭാ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പല അടിയന്തര പ്രമേയങ്ങളും UDF കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് UDF എന്ന് പറയാൻ പറ്റില്ല, അവിടെ പ്രതിപക്ഷം അവതരിപ്പിച്ചിരുന്നു. അപ്പൊ പക്ഷേ പ്രതിപക്ഷം ആ സമയത്തെല്ലാം ഇത് അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം ഇതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോയി. അതായത് ഭരണപക്ഷം ഇതിനെക്കുറിച്ച് ഭരണപക്ഷ മന്ത്രിമാരടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിശദീകരണം നൽകുകയും മറുപടികൾ നൽകുകയും ചെയ്തതോടുകൂടി ഇവിടെ പണി കിട്ടിയത് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന വാദങ്ങളെയെല്ലാം അതിനിശിതമായി ഖണ്ഡിക്കുകയും സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായി വിവരങ്ങൾ അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആ കഴിഞ്ഞ സഭാ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ ഭരണകക്ഷി എന്ത് പറയുന്നു അതാണ് ശരിക്കും ജനം ശ്രദ്ധിക്കുന്നത്. ഇവർ ഉയർത്തുന്ന ഒരു ആരോപണമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. കാര്യം ഇതുവരെയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്തുകൊണ്ട് ഒരെണ്ണം അലിഗേഷൻ അല്ലാതാവുന്നു എന്ന് ചോദിച്ചാൽ, ഈ അലിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണം ഉണ്ടാകുന്നത് വരെ, അതായത് കോടതിയോ പിന്നെ പോലീസോ വല്ല എൻക്വയറി ചെയ്യുകയും അല്ലെ വിജിലൻസ് അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത് ആ കുറ്റപത്രത്തിൽ കോടതി ഒരു വിധി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരേക്കും അത് അലിഗേഷൻ മാത്രമാണ്, ആരോപണം മാത്രമാണ്. അപ്പം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തര ശീലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോഴാണ് ആ സഭാ സമ്മേളനത്തിനിടയിൽ തന്നെയാണ് ഭരണപക്ഷം ഈ പ്രതിപക്ഷത്തിന് കോടതികളിൽ നിന്ന് നേരിട്ടിട്ടുള്ള ഓരോ വിഷയങ്ങളിലും പ്രതിപക്ഷം എടുത്തിട്ടുള്ള നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കോടതിയെ സമീപിച്ചതും ആ കോടതിയിൽ നിന്ന് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളെയും കുറിച്ച് വളരെ കൃത്യമായി ഭരണപക്ഷത്തുള്ള MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ ഇത് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പി രാജീവ് ഒക്കെ എടുത്തിട്ട് ശരിക്കും പ്രതിപക്ഷത്തെ വാരി വലിച്ചിട്ട് കൊടുത്ത ആൾക്കാരാണ്. അപ്പൊ അതോടുകൂടി ഈ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ഇവർക്കുള്ള അടിയന്തരമാണ് എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് ഏറെക്കുറെ മനസ്സിലായി. അതോടുകൂടി ഇനി അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഞങ്ങൾ ഇല്ല എന്നങ്ങ് തീരുമാനിച്ചു. ഭയന്നുപോയി ശരിക്കും പറഞ്ഞ. കാരണം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതെല്ലാം തിരിഞ്ഞു കൊത്തുകയാണ്, പണി കിട്ടുകയാണ് പ്രതിപക്ഷത്തിന്. അപ്പം അങ്ങനെ നിരന്തരം പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്
എം പി രാജേഷ് ചോദിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ്. കാര്യം പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം എന്ന് പറയുന്ന കാര്യത്തിനോട് ഭയം തോന്നി തുടങ്ങി. കാര്യം അവർ പേടിച്ചോടുന്നതിന്റെ ഭാഗമായിട്ട് സഭയിൽ ബഹളം വെക്കുക. ഇതാണ് സഭയിൽ ബഹളം വെക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലെ ചർച്ച ചെയ്യാൻ പിന്നെ ഈ പറയുന്ന പോലെ ഒരു ചർച്ചയ്ക്ക് വെക്കാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുകയും ആ ചർച്ചയ്ക്ക് വെച്ച് കഴിയുമ്പോൾ ഭരണപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അവർക്ക് പറയാനും കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത ഇവിടെ പ്രതിപക്ഷ നേതാവ് വെച്ചു കൊടുക്കാഞ്ഞത്? ഒരു അടിയന്തര പ്രമേയം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാഞ്ഞത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതിനു മുമ്പ് ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അതിനുള്ള ഒരേ ഒരു അവകാശമുള്ളത് അവർക്കാണ്. അടിയന്തര പ്രമേയം വെച്ചാലേ സർക്കാരിന് പറയാനുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അല്ല സർക്കാരിലെ ഓരോരുത്തർക്കും ഓരോ വി എൻ വാസവന് പറയാനുള്ള കാര്യങ്ങൾ വി എൻ വാസവന് വെറുതെ എന്നിട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ആരോപണം ഉയരുകയും ആ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എൻ വാസവൻ ഇതിന് മറുപടി പറയുകയും വേണം. ആണ് അടിയന്തര പ്രമേയത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം വി എൻ വാസവൻ കാര്യം വിളിച്ചു പറയും വീണ്ടും പ്രതിപക്ഷം കാണിച്ച മണ്ടത്തരാന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് മനസ്സിലാവും. അപ്പം സമരം ചെയ്യുകയോ അല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ട് പോവുകയോ ചെയ്തുകൊണ്ട് പറയാമല്ലോ, ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഞങ്ങൾ സമരം ചെയ്യുന്നു, പോറ്റിയെ കയറ്റിയത് ആരപ്പ പാട്ടും ഒക്കെ പാടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയ പ്രശ്നം കഴിയും. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ളത് പാടിയപ്പോ അതിന് എം വി രാജേഷ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, അടൂർ പ്രകാശിനോട് ചോദിച്ചാൽ മതി. അതാണ്, അടൂർ പ്രകാശിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാമല്ലോ പോറ്റിയെ കയറ്റിയത് ആരാണ്. ഇപ്പോഴും വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ മറുപടി പറയാത്ത ഒരു ചോദ്യമുണ്ട്. അവിടെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കിയത് ആരാണ് എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏത് നേതാവാണ് അതിനപ്പം? ശിവൻകുട്ടി അങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട്, അതായത് ചോദ്യം ചെയ്യണമെന്ന്. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനാണ് രണ്ടു വട്ടം പോറ്റി അവിടെ പോയെന്നുള്ള കാര്യം ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടിയില്ല. എല്ലാത്തിനും ഈ പ്രതിഷേധം മാത്രമാണ്. പ്രതിഷേധമാണ്. വെറുതെ പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് പാട്ടും പാടി പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മറുചോദ്യങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ അവർക്കുള്ള ഒരു പ്ലസ് പോയിന്റ്. ഇവരോട് മറുചോദ്യം ചോദിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ആണെങ്കിൽ പോലും ഈ പറയുന്ന കൃത്യമായി സഭയ്ക്കകത്തിരിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിന് മറുപടിയുണ്ട്. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അന്ന് വെക്കണമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഷംസീർ തന്നെ പറഞ്ഞു, അതായത് സ്പീക്കർ തന്നെ പറഞ്ഞ എന്താണ്, അതിന്റെ ആവശ്യമില്ല, അതിപ്പോ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തി, അത് അന്വേഷണത്തിന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് ചർച്ച ചെയ്യാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം നിരസിക്കുന്ന ഒരു അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വെച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന സഭയിലുള്ള രണ്ടുപേർക്കെതിരായി, അതായത് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടും അതോടൊപ്പം തന്നെ വി എൻ വാസവനെതിരായിട്ടും ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ അടിയന്തര പ്രമേയം വെക്കേണ്ടതായിരുന്നു. അപ്പൊ അത് കേൾക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സർക്കാരിന്റെ ഭാഗമെന്ന് കേൾക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷെ പ്രതിപക്ഷം ഒളിച്ചു കളിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ ഇക്കാര്യത്തില്. അതുകൊണ്ട് ആ ഒളിച്ചുകളി നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ കണ്ടൂടെ, അതായത് ഇപ്പൊ പറയുന്ന ഈ പൊതുവെ ഇപ്പം കോൺഗ്രസിലോട്ട് തിരിയുവാണല്ലോ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയം. കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ മറച്ചു വെക്കാൻ കൂടെയാണോ ഇപ്പൊ സഭയെ കടന്ന് പ്രസംഗം ഉണ്ടാക്കി അല്ലെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 പേര് അറിയുമല്ലോ, അതിനു വേണ്ടിയിട്ടും കൂടെ ആയിരിക്കുമല്ലോ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് ആര്? ഇതിനുള്ള മറുപടി എന്തുകൊണ്ടാണ് കോൺഗ്രസ് വരെ പറയാത്തത്? കോൺഗ്രസിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അതുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യതയില്ലേ? അതേ യുഡിഎഫിന്റെ ചെയർമാനാണ്, അതേ യുഡിഎഫിന്റെ കൺവീനറാണ് അടൂർ പ്രകാശ്, അവിടെ ഇപ്പോൾ ഒരു MP ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതിനകത്ത് എന്താണ് പങ്ക്? കാരണം പോറ്റിയെ കയറ്റിയ സമയത്ത് പുള്ളി ഉണ്ടായിരുന്നു, അപ്പോ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു, അപ്പോ പിന്നെ ആന്റണി ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നല്ലോ, അതുകൊണ്ട് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതെങ്ങനെയാണ്? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഭീമ ഗോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പും അവര് ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട് കേരള പോലീസിന് ഒരു ആംബുലൻസ് നൽകുന്നു. അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ അവിടെ ഉണ്ട്. ആ പിണറായി വിജയൻ ചേർത്ത് നിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ള വാസ്തവം അവിടെ അവശേഷിക്കുന്നു. ഇപ്പോഴും പഴയ നുണപ്രചരണമാണെന്നേ. ഒരു വീഡിയോയ്ക്കകത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരൊറ്റ ഫ്രെയിം, ആ ഫ്രെയിം വെച്ചുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അത് മണ്ടത്തരമല്ലേ? ആളുകൾ കണ്ടതല്ലേ? അങ്ങനെ ഒരു വീഡിയോ ആണ് പുറത്തേക്ക് വന്നത് ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കുന്നില്ല. നമ്മൾ കാണാൻ കഴിയുന്ന കാര്യമാണ് ആ വീഡിയോയിൽ. മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി വന്ന് താക്കോൽദാനം നടത്തുന്നു, മുഖ്യമന്ത്രി തിരിച്ച് അതേപോലെ കയറി പോകുന്നു. ഇതാണ് നടന്ന കാര്യം.
പക്ഷെ അതിനകത്തിലെ ഒരു ഫോട്ടോ മാത്രം അല്ലെങ്കിൽ ഒരു ഫ്രെയിം മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു. അപ്പൊ അവിടെ പിന്നെ അതിലെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ, ഇല്ല. അവിടെ അങ്ങനെ ഒരു ആരോപണത്തിനോ പരാമർശത്തിനോ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? അത് വെറും ഒരു ഫോട്ടോ അല്ല, അതൊരു വീഡിയോയ്ക്കകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ഫോട്ടോ അല്ലത്. അല്ല, ഇൻ കേസ് വീഡിയോ ആണെങ്കിൽ തന്നെയും, വീഡിയോയ്ക്കകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ഫോട്ടോ ആണെങ്കിൽ തന്നെയും ഈ രണ്ടുപേര് കൂടെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഷോപ്പ് ഉടമ ഉൾപ്പെടെ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് പിന്നെ ആന്റോ ആന്റണി എന്ന് പറയുന്ന നേതാവ് അവിടെ പിന്നെ സോണിയാഗാന്ധിയുടെ മരുമകനായ റോബർട്ട് വാദ്രയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. കാര്യം റോബർട്ട് വാദ്ര വലിയൊരു വ്യവസായിയാണ്. BJP അടക്കം ഫണ്ട് 172 കോടി രൂപ എന്തോ 172 700 ആ റേഞ്ചിൽ വരുന്ന തുക BJP അടക്കം ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയിട്ടുള്ള ആളാണ് റോബർട്ട് വാദ്ര. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ. ഇനി ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആന്റോ ആന്റണി ഇവരെ കയറ്റിയതാണോ എന്നുള്ളത് കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രധാന കണ്ണി ആന്റോ ആന്റണി തന്നെയാണോ? അതായത് പത്തനംതിട്ട MP ആണ് അദ്ദേഹം, ഏറെക്കാലമായി പത്തനംതിട്ടയിലെ MP ആണ് അദ്ദേഹം. വഴി കാര്യം മരുമോൻ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ ഒരാളെ കാണാൻ കഴിയാതിരിക്കുക? അല്ലെ, മരുമോനാണ് വിളിച്ചു പറയുന്നത്, റോബർട്ട് വാദ്ര വിളിച്ചു മറുപടി ആയിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. റോബർട്ട് വാദ്രയുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ള ഒരാളാണ് പിന്നെ ഈ പറയുന്ന ആന്റോ ആന്റണി. അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമോൻ വഴി അമ്മായിയമ്മയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക, ഒരു അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തി എടുത്തതാണെങ്കിലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് റോബർട്ട് വാദ്രയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിരിക്കുക? അതിന് ഇടനിലക്കാരൻ ഈ പറയുന്ന ആന്റോ ആന്റണി ആണോ എന്നുള്ള തരത്തിലേക്ക് ചർച്ച പോകേണ്ടി വരും. അപ്പൊ കൃത്യമായ ഒരു മറുപടി വേണം. കേരളക്കാർ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഇവിടുത്തെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച നേതാവ്, വലിയ നേതാവ്, എനിക്കും ദേശീയ തലത്തിൽ പോലും എനിക്ക് കരുണാകരൻ എന്ന് പറഞ്ഞ വലിയ നേതാവ് തന്നെയായിരുന്നു. അപ്പൊ ദേശീയ നേതാവായി ഇരിക്കേണ്ടിയിരുന്ന കരുണാകരന് പോലും അവസരം നിഷേധിക്കപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് എങ്ങനെ ആര് വഴിയാണ് അവസരം ഒരുങ്ങിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റീഷ്യൻ അല്ല, കോൺഗ്രസിന്റെ ഇവിടുത്തെ വലിയ നേതാവല്ല, പിന്നെ ശബരിമലയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു തന്ത്രിയോ അല്ലെങ്കിൽ തന്ത്രിയുടെ ശിങ്കിടിയോ ഒന്നുമല്ല. പിന്നെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ നേതാവോ അല്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടി തന്നെ സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ അറിയത്തില്ല. അപ്പോ ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന അസമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ സോണിയാഗാന്ധിയെ കാണാൻ കഴിയാതെ വന്നൊരു സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് അനുമതി നിഷേധിച്ചതിനെ തുടർന്നിട്ടാണ് പുള്ളി കോൺഗ്രസ് വിട്ട് BJP കയറുകയും അസമിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തത്. കരുണാകരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെത്തിയതിനു ശേഷം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്, ആ പെണ്ണുപിള്ള എന്നെ കാണാൻ സമ്മതിച്ചില്ല. ഈ രീതിയിൽ പുള്ളി വരെ അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ കരുണാകരന്റെ മുമ്പിലൊന്നുമല്ല, കരുണാകരന്റെ മുമ്പിലും അല്ല, കരുണാകരന്റെ മകൻ K മുരളീധരന്റെ മുന്നിലും ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഒന്നുമല്ല. അടൂർ പ്രകാശ് ആണെങ്കിലും K മുരളീധരന്റെ മുന്നിൽ ഒന്നുമല്ല. അത് വാസ്തവമാണ്. എന്തിനേറെ പറയാം, P പത്മജന് മുമ്പിൽ പോലും ഒന്നുമല്ല. കാരണം അത്രത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ വളരെ പ്രസക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു കരുണാകരൻ. അതിനകത്ത് ആർക്കും യാതൊരു തർക്കവുമില്ല. ആ കരുണാകരന് പോലും സാധിക്കാതിരുന്ന കാര്യം അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കൂടെ എങ്ങനെ സാധിച്ചെടുത്തു? അതും അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബെല്ലാരിയിലെ ഗോവർദ്ധനും വേണ്ടിയിട്ട് എങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. അതിനെന്തുകൊണ്ട് കോൺഗ്രസ് കൃത്യമായി മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് ആന്റോ ആന്റണിയോട് പറയുന്നില്ല നിങ്ങൾ അതിന് മറുപടി പറയണം? അടൂർ പ്രകാശിനോട് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ അതിന് മറുപടി പറയണമെന്ന്? അയാള് പിന്നെ കള്ളനാണോ കൊള്ളക്കാരനാണോ എന്നൊന്നും അറിഞ്ഞില്ല, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഒരാൾ കള്ളനാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മൾ ഒരാളുടെ കൂട്ടുകൂടുന്നത്. അയാൾ കള്ളനാണോ കൊള്ളക്കാരനാണോ അത് പിന്നീട് തെളിയുന്ന കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു ഇത് പറയാനുള്ള ബാധ്യതയുണ്ടല്ലോ, 100% ഉറപ്പല്ലേ? അത് പറയണം. അത് പറയുന്നുമില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ പറയുന്ന അന്വേഷണം ഇവിടെ നിൽക്കേണ്ടതാണോ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഒരാൾ കോടിക്കണക്കിന് രൂപ BJPക്ക് പോലും അവിടെ ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ നൽകിയ കോൺഗ്രസിന്റെ വയനാട് MP ഭർത്താവ്. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. വയനാട് MP, കോൺഗ്രസിന്റെ വയനാട് MP ആണ്. ആ MP ഭർത്താവ് BJP ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ഇതിനകത്തിലെ ചുറ്റിക്കളി? ഇത് അറിയണ്ടേ? പിന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി കഴിഞ്ഞ ജനുവരി 5-ാം തീയതി തന്നെ കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ബാഹ്യശക്തികൾ ഇടപെടൽ നടത്തുന്നുണ്ട് ഇതിനകത്തേക്ക്, അത് പാടില്ല
അന്വേഷണത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ സമ്മർദ്ദം പാടില്ല എന്ന്, അതായത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് കോടതി നിരീക്ഷിച്ച കാര്യമാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ പിന്നെ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം അതിനകത്ത് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ തെളിവുകൾ അടക്കം പോകണം കോടതിയിലേക്ക്? ഇപ്പൊ ഹൈക്കോടതി പേടിയാണ് വി ഡി സതീശന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും തോറ്റു പോകും, നാണക്കേടാ. കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടെന്നേ കേസുമായിട്ട് പോയപ്പോ. നിങ്ങൾ ഇത് എന്തിനാ ഈ കേസ് വരുന്നത്? നിങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതോ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ? ഇത് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയാനില്ല. കാര്യം തെളിവൊന്നും കോടതിയുടെ മുമ്പിൽ ഇല്ല. ഇതിനകത്ത് കുറെ അഴിമതി, 90 പേജിന് അപ്പുറത്തേക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു പെറ്റീഷനകത്ത് തെളിവുകളുടെ അഭാവം. തെളിവുകളില്ലാതെ എങ്ങനെയാണ് കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? അതുകൊണ്ട് കോടതി അങ്ങനെ ചോദിച്ചു. അപ്പൊ കോടതിയെ പേടിയാ. കോടതിയിൽ പേടി മാത്രമല്ല, എം പി രാജേഷ് പറഞ്ഞാൽ ദേഷ്യമാണ്. കാര്യം തന്നെ വീണ്ടും അവിടെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പിന്നെ കോടതി തന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം വി ഡി സതീശനും ഉണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും ഒളിച്ചു പോകേണ്ടാത്ത ഒരു ചോദ്യമാണ് ഇത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ മുന്നിൽ എത്തിച്ചത്? അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. അവിടെ എന്തെങ്കിലും തരത്തിൽ ഈ സോണിയാഗാന്ധിയായിട്ട് കണ്ട സമയത്ത് അവിടെ എന്ത് തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്? അത് ആന്റോ ആന്റണിക്കും ഈ പറയുന്ന അടൂർ പ്രകാശിനും അറിയാം. എന്ത് തരത്തിലുള്ള ഇടപാടുകളാണ്, ഇനി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ആന്റോ ആന്റണിക്കും അറിയാം, അടൂർ പ്രകാശിനും അറിയാം. എന്തുകൊണ്ടാണ് അവരെ പുറത്തുവിടാത്തത്? എന്തുകൊണ്ടാണ് അവർ കാര്യങ്ങൾ തുറന്നു പറയാത്തത്? ഇതുവരെ അവരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ മലയാളി കേട്ടിട്ടില്ല. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, കടകംപള്ളി സുരേന്ദ്രന് എതിരായിട്ട് പിന്നെ ഒരു സാക്ഷി വന്ന് പറഞ്ഞില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയല്ല, ഞാൻ പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. ഒരു തവണ അത് വെറുതെ പോയി തിരിച്ചു പോന്നു. അടുത്ത തവണ പുള്ളി ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത്, കടകംപള്ളി പറഞ്ഞ കാര്യം ഇതാണ്, ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹം വിളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടില് ഏതോ കുട്ടിയുടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, ഇന്ന് വരാമോ എന്ന് ചോദിച്ചു. പോകുന്ന വഴിയായതുകൊണ്ട് അവിടെ നിന്ന് കയറി. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശബരിമലയിലേക്ക് പോയത്. അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. അല്ല എന്ന് തെളിയിക്കട്ടെ. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ ചർച്ചകളോ വല്ലതും നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം തെളിയിക്കട്ടെ. അല്ലെ, പ്രതിപക്ഷത്തിൽ തെളിവുകളുണ്ടെന്നല്ലേ പറയുന്നേ. ഇപ്പൊ വി ഡി സതീശൻ പറയുന്ന കോടതിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്, എങ്കിൽ ഹാജരാക്കൂ, എളുപ്പമല്ലേ? പിന്നെ വി ഡി സതീശൻ പറയുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യാനിരിക്കുവാണോ SIT? വി ഡി സതീശൻ പറഞ്ഞത് VN വാസുവിനെ അറസ്റ്റ് ചെയ്യണം, PS പ്രസാദിനെ അറസ്റ്റ് ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. വി ഡി സതീശൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് കോടതി ഇരിക്കുന്നത്. ഇവരെയൊക്കെ അങ്ങ് അറസ്റ്റ് ചെയ്യും, ഒരു കാര്യമില്ല, അവരെ അങ്ങ് അറസ്റ്റ് ചെയ്യണം. ഇതാണ് വി ഡി സതീശൻ പറയുന്നത്. എങ്കിൽ പിന്നെ അന്വേഷണം വി ഡി സതീശനെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു? ഹൈക്കോടതി നേരിട്ട് SIT പിരിച്ചു വിട്ടിട്ട് വി ഡി സതീശന് സംഘവും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വി ഡി സതീശനെ അന്വേഷണം ഏൽപ്പിച്ചാൽ പോരെ? അല്ലെ രമേശ് ചെന്നിത്തല അന്വേഷണം ഏൽപ്പിച്ചാൽ പോരെ? സംഭവം സിമ്പിൾ ആയില്ലേ? ഇവർക്ക് അത്രത്തോളം ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു അന്വേഷണത്തെ എങ്ങനെ കൊണ്ടുപോകണം, ശാസ്ത്രീയമായ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ വി ഡി സതീശനും കൂട്ടർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു? അന്വേഷണം ഇവരെ കേൾപ്പിച്ചാൽ പോരെ? അപ്പം ഇങ്ങനെ ഓരോ ബെഡായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സഭയും കുളവാക്കി രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യവും ഈ പറയുന്ന പ്രതിപക്ഷത്തിനില്ല എന്നാണ് ഇന്നത്തെ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.